Hello everyone, welcome to G-Pod Plus One Humanities. It's me, Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ പ്ലസ് വൺ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ മക്കളെ നമ്മുടെ പ്ലസ് വൺ ഹിസ്റ്ററിയിൽ പലരുടെയും സംശയമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ ഈ ചാപ്റ്റർ ഈ ഒരു വീഡിയോയിൽ എന്താണ് പ്ലസ് വൺ ഹിസ്റ്ററി നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളാണ്. അതായത് കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുള്ള കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം ഈ വീഡിയോയിൽ പറയുകയാണ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 60 മുകളിൽ എന്തായാലും കിട്ടും. കാരണം ഇത് ചോദിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അതിന് മുന്നേ നിങ്ങൾക്ക് പലർക്കുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. ഹിസ്റ്ററിയിൽ 11 ചാപ്റ്ററാണ്, 10 ചാപ്റ്ററാണ്. ശരിക്കും ഹിസ്റ്ററിയിൽ 10 ചാപ്റ്റർ ഉള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ മുന്നത്തെ വർഷം എന്ത് ചെയ്യാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന ഒരു പുതിയ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് സ്കൂളിൽ ചിലപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈം ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ആ ചാപ്റ്റർ കുറെ പോർഷൻസ് ഒഴിവാക്കിയിട്ട് അതെന്താക്കി ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് എന്നുള്ള 3ാമത്തെ ചാപ്റ്റർ ആക്കി മാറ്റി. എന്നിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ഏതാടാ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ ഏതാ എൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ സ്കൂൾ 8ാമത്തെ ചാപ്റ്റർ ആയിട്ട് കോൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് മായൻ, ഇൻക, അതേപോലെ ആസ്ടെക്, അരാവാക്കിയൻ, ലുക്കായോസ് ഇവരെ കുറിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവുക. ആ ചാപ്റ്ററിൽ ആ ഭാഗം മാത്രം, ആ ചാപ്റ്റർ അതിലും വലിയൊരു ചാപ്റ്റർ ആട്ടോ. ആ 4 സിവിലൈസേഷൻ അല്ലെങ്കിൽ ആ 4 സംസ്കാരത്തെ മാത്രം എന്തിലേക്ക് ഇട്ടു. നിങ്ങൾക്ക് സ്കൂളിൽ ചിലപ്പോൾ 4ാമത്തെ ചാപ്റ്റർ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ് എന്നുള്ള ചാപ്റ്റർ ആയിരിക്കും. ആ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ച 4ാമത്തെ ചാപ്റ്ററിലേക്ക് 8ാമത്തെ ചാപ്റ്ററിൽ 4 സിവിലൈസേഷൻ കൂടിയിട്ട് പുതിയൊരു ചാപ്റ്റർ ആക്കി. അതാണ് ഇത് കൾച്ചറൽ ഫോർമേഷൻ ഇൻ ദി മിഡിൽ ഏജസ്. പിന്നെ 5ാമത്തെ ചാപ്റ്റർ നൊമാഡിക് എംപയർ ആണ്. 6 3 ഓർഡേഴ്സ് ആണ്. 7 ചേഞ്ചിങ് കൾച്ചർ ട്രഡീഷൻ ആണ്. 8ാമത്തത് ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻ കേട്ടോ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന വ്യവസായ വിപ്ലവത്തെ കുറിച്ച് പഠിക്കുന്ന 8ാമത്തെ ചാപ്റ്ററിന്റെ പേര് എന്താണ് ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻ ആണ്. 9ാമതാണ് ഡിസ്പ്ലേസിംഗ് ഇൻഡിജിനസ് പീപ്പിൾ. അതായത് നമ്മുടെ ഓസ്ട്രേലിയയെ കുറിച്ചും USA കുറിച്ചും പഠിക്കുന്നത് 10 പാർട്ട് മോഡേണൈസേഷൻ. ഇങ്ങനെയാണ് 10 ചാപ്റ്റർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്കൂളിൽ 8ാമത്തെ ചാപ്റ്റർ കോൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ് ആയിരിക്കും. അതിൽ മായൻസ്, ഇൻക ഇവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ പോർഷൻസ് ഒക്കെ എന്തിലേക്ക് കൂട്ടിയിട്ടുണ്ട് നിങ്ങളുടെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് കൂട്ടിയിട്ടുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് ആണ്. അതിൽ മെസോപ്പൊട്ടേമിയയുടെ ജോഗ്രഫി ഭൂമിശാസ്ത്രം എക്സാമിന് ചോദിക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് അർബനൈസേഷൻ നഗരവൽക്കരണ പ്രാധാന്യം ചോദിക്കാം. സിറ്റീസ് അഥവാ നഗരങ്ങളെ കുറിച്ച് ചോദിക്കാം. ടെമ്പിൾസ് അഥവാ ക്ഷേത്രങ്ങളെ കുറിച്ച് ചോദിക്കാം. ക്യൂണിഫോം ചിലപ്പോൾ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണെന്ത് ക്യൂണിഫോം. മാരിയെ കുറിച്ച് ചോദിക്കാം. കോൺട്രിബ്യൂഷൻ മെസോപ്പൊട്ടേമിയയുടെ സംഭാവന ചോദിക്കാം. ഈ 2ാമത് എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ് ആണ്. പ്രിൻസിപ്പേറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലേറ്റ് എംപയർ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയോക്ലീഷ്യനും കോൺസ്റ്റന്റൈനും ചെയ്ത കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് പഠിച്ചു വെക്കണം. സോഷ്യൽ ഹൈറാർക്കീസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ടാസിറ്റസിന്റെ സോഷ്യൽ ഹൈറാർക്കീസ് ചോദിക്കും. പിന്നെ ഇത് 3ഉം കൂടി കൂട്ടി ചേർത്തിട്ട് റോമിന്റെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ 3ഉം ടോപ്പിക് ഇടാൻ കാരണം ഇത് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് റോമിലെ ലാംഗ്വേജ്, റോമിലെ ഭാഷ, അതേപോലെ റോമിലെ ഫാമിലി സിസ്റ്റം, റോമിലെ കുടുംബ വ്യവസ്ഥ, റോമിലെ സ്ലേവറി അടിമത്ത്, അതായത് റോമിലെ സോഷ്യൽ ലൈഫ് സാമൂഹിക ജീവിതം ചോദിക്കുകയാണെങ്കിൽ ഇത് 3ഉം കൂടി ചേർത്ത് എന്ത് ചെയ്യും എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഈ അടുത്ത 2 അതായത് റോമിലെ എക്കണോമിക് സിസ്റ്റം, റോമിലെ തൊഴിലാളികളുടെ അവസ്ഥയും, അതേപോലെ തന്നെ റോമിലെ അഗ്രികൾച്ചർ ടെക്നോളജി അതെല്ലാം കൂടി ചെയ്തിട്ടും 8 മാർക്കിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ 3rd സെഞ്ചുറി ക്രൈസിസ് 3ാം നൂറ്റാണ്ട് പ്രതിസന്ധി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കോൺസ്റ്റന്റൈനും ഡയോക്ലീഷ്യനും ചെയ്ത കാര്യങ്ങൾ. ഞാൻ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യമാണ് മക്കളെ. നിങ്ങളിപ്പോൾ പ്ലസ് 1 ആണ്, അടുത്തുള്ള നിങ്ങൾ പ്ലസ് 2 പ്ലസ് 1നെക്കാളും 5-6 ചാപ്റ്റർ അധികം നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. പ്ലസ് 2 എല്ലാ വിഷയങ്ങളും പഠിക്കാനുണ്ട്. പ്ലസ് 1നെക്കാളും കൂടുതൽ കോണ്ടന്റ് ഉള്ളതാണ് പ്ലസ് 2. അപ്പോൾ പ്ലസ് 2 നിങ്ങൾക്ക് ഉഷാറായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ G-Podന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തു. നിങ്ങൾ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, എക്കണോമിക്സ്, ജോഗ്രഫി, സ്റ്റാറ്റി, ഇംഗ്ലീഷ്, ലാംഗ്വേജ് ഒക്കെ നമ്മൾ നമ്മുടെ സൂപ്പർ ബാച്ചിൽ തരുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ ഒന്നുകൂടി റെഡി ആവും, ഓക്കെ ആവും, സെറ്റ്. കാരണം പ്ലസ് 2ലേക്ക് നിങ്ങളിപ്പോൾ പ്ലസ് 2ന്റെ സൂപ്പർ ബാച്ച് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് 1ന്റെ റാപ്പിഡ് റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഫീസും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ കമന്റ് ബോക്സിലുള്ള ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.G-Pod എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് മെസ്സേജ് അയച്ചോട്ടോ. കാരണം നിങ്ങൾക്ക് പ്ലസ് 2 ഹിസ്റ്ററി സെറ്റ് ആക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ പ്രൊവൈഡ് ചെയ്യും, നമ്മുടെ സൂപ്പർ ബാച്ചിനെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്ലസ് 1 പബ്ലിക് എക്സാം ആവാനായി പ്ലസ് 2 നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ ആഗ്രഹമുണ്ട്, അടുത്തുള്ള നിങ്ങൾക്ക് ഉഷാറായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തുടക്കം മുതലേ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങൾ സെറ്റ് ആകും. സൂപ്പർ ബാച്ച് ആണെന്ത് നിങ്ങൾ അടിപൊളിയാക്കാനുള്ള ബാച്ച്. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തോ, കാര്യങ്ങൾ ഓക്കെ ആവട്ടോ. ഓക്കെ, ഈ 3rd ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രോപിറ്റേക്കസ് ആൻഡ് ഹോമോ ഇവർ തമ്മിൽ വ്യത്യാസം ചോദിക്കാം. ഹോമിനിഡ്സ്, ഹോമിനോയിഡ്സ് തമ്മിൽ വ്യത്യാസം ചോദിക്കാം. 6 മാർക്കിന് എന്ത് ചെയ്യും ഏർലി ഹ്യൂമൻസിന്റെ ഫുഡ് കളക്ഷനോ, ടൂൾസോ, ലാംഗ്വേജസോ, ഷെൽട്ടറോ, ആർട്സോ എല്ലാം കൂടി ചോദിക്കാം. റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ ആൻഡ് റീപ്ലേസ്മെന്റ് മോഡൽ, പ്രാദേശിക സുരക്ഷാ മാതൃകയും പകരം വെക്കൽ മാതൃകയും. പിന്നെ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇതിൽ ഉമൈഡ്സിനെ കുറിച്ച് ചോദിക്കാം. ഹിജ്റ 2 മാർക്ക് ചോദിക്കാം. ഒരുപാട് തവണ ചോദിച്ചതാണ് ഇത്. അബ്ദുൽ മലിക്കിന്റെ റിഫോംസ് എക്സാമിൽ ചോദിക്കാം. അബ്ബാസി റെവല്യൂഷൻ, ഡിക്ലൈൻ ഓഫ് അബ്ബാസി റിസൾട്ട്, അബ്ബാസി വിപ്ലവം, അബ്ബാസിയുടെ തകർച്ചയും ചോദിക്കാം. ക്രൂസൈഡ്സ് അതിന്റെ റിസൾട്ടും റീസൺ പഠിച്ചു വെക്കണേ, കാരണങ്ങളും ഫലങ്ങളും ഓർത്തു വെക്കുക. പിന്നെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് എന്ത് ഇത്. ഇതിൽ സൂഫിസം ഒഴികെ ബാക്കി എസ്സേ ചോദിക്കട്ടെ. അതായത് അറബ്സിന്റെ കോൺട്രിബ്യൂഷൻ, അറബികളുടെ സംഭാവന, ലിറ്ററേച്ചർ, ആർക്കിടെക്ചറിലെ സാഹിത്യത്തിലും പിന്നെ വാസ്തുവിദ്യയിലൊക്കെ അറബികളുടെ സംഭാവന എന്ത് ചെയ്തേക്കാം എക്സാം ചോദിച്ചേക്കാം. സൂഫിസം സെപ്പറേറ്റ് 2 മാർക്ക് ചോദിക്കട്ടോ. പിന്നെ അതേപോലെ ഇത്തവണത്തെ എസ്സേ ചോദിച്ചത് ഒന്ന് എന്താടാ ഇത് അല്ലെ, ഈ ഒരു ആസ്ടെക്, മായൻ, ഇൻക ഇതിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഇതിനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എസ്സേ ചോദിച്ചിട്ടില്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും ചോദിക്കും. മോസ്റ്റ് പ്രോബബ്ലി ആ കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് എന്ത് ചെയ്യും എക്സാമിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ 5ാമത്തെ ഇതിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൽ യാസ ആൻഡ് യാമ ഓൾറെഡി ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മോഡൽ എക്സാം
ചോദിച്ചു, കുറിൽത്തായി ചോദിക്കാം, ജെങ്കിസ് ഖാന്റെ അവിടുത്തെ സോഷ്യൽ ലൈഫ് ചോദിക്കാം, കൊറിയർ സിസ്റ്റം അതേപോലെ ആർമി സിസ്റ്റം എന്ത് ചെയ്യാം എക്സാമിന് ചോദിക്കാം. പിന്നെ 3 ഓർഡേഴ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 3 ഓർഡർ അഥവാ 3 ക്രമങ്ങൾ, ഈ 3 ക്രമങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് എസ്സേ ചോദിക്കും. 8 മാർക്കിന്റെ എസ്സേ ചോദിക്കാൻ ചാൻസ് മറ്റൊരു ക്വസ്റ്റൻ ആണ് 3 ഓർഡേഴ്സ് അഥവാ 3 ക്രമങ്ങളുടെ സവിശേഷത. ഇനി അതിന് പുറമെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഫ്യൂഡലിസത്തിന്റെ ഡെഫിനിഷൻ ചോദിച്ചേക്കാം. അതേപോലെ തന്നെ അന്നത്തെ കാലത്തെ സോഷ്യോ എക്കണോമിക് റിലേഷൻ, സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങൾ, പിന്നെ അന്നത്തെ കാലത്തെ ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ്, പരിസ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, 4th ഓർഡർ 4ാം ക്രമം, 14th സെഞ്ചുറി ക്രൈസിസ് 16ാം നൂറ്റാണ്ട് പ്രതിസന്ധിക്ക് എക്സാമിന് എന്ത് ചെയ്യാം ചോദിക്കാം. പിന്നെ ചേഞ്ചിങ് കൾച്ചർ എഡിഷനിൽ ഹ്യൂമനിസം മാനവീയതയുടെ സവിശേഷത ചോദിക്കാം, റിവൈവൽ ഓഫ് ഇറ്റാലി സിറ്റീസ് ഇറ്റാലി നഗരങ്ങളുടെ സവിശേഷത. പിന്നെ ഇത് 4ഉം കൂടി കൂട്ടിച്ചേർത്തിട്ട് എക്സാമിന് എന്ത് ചെയ്യും, ചിലപ്പോൾ എസ്സേ ചോദിക്കട്ടെ ഈ ഒരു ചാപ്റ്ററിന്. അതായത് അന്നത്തെ കാലത്തെ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമനിസം, സർവകലാശാലകളും മാനവികതയും, റിനൈസൻസ് സയൻസ് ആൻഡ് ഫിലോസഫി, അറബികളുടെ സംഭാവനകൾ ചോദിക്കാം, ആർക്കിടെക്ചർ, റിനൈസൻസ് ആർക്കിടെക്ചർ കേട്ടോ, റിനൈസൻസ് നവോത്ഥാന വാസ്തുവിദ്യ ചോദിക്കാം, അന്നത്തെ സ്ത്രീകളുടെ അഭിലാഷങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്ത് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം 8 മാർക്കിന് എസ്സേ ചോദിച്ചേക്കാം. അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് എന്ത്, കോപ്പർനിക്കൻ റെവല്യൂഷൻ എക്സാമിന് ചോദിച്ചേക്കാം. അതേപോലെ സയൻസ് റെവല്യൂഷൻ, ശാസ്ത്ര വിപ്ലവം എക്സാമിന് ചോദിച്ചേക്കാം. ഇനി 8ാമത്തെ ചാപ്റ്ററിൽ കിടക്കുമ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവം ഇത്തവണത്തെ എക്സാമിന് എസ്സേ ചോദിച്ചു. ചിലപ്പം അതിന് പുറമെ എന്ത് ചെയ്യും, കോൾ ആൻഡ് അയൺ, അന്നത്തെ കൽക്കരിയുടെ ഇരുമ്പിന്റെ അവസ്ഥ, കനാൽ ആൻഡ് റെയിൽവേ ചിലപ്പോൾ ചോദിച്ചേക്കാം, എഫക്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, സ്ത്രീകളും കുട്ടികളും തൊഴിലാളികളും നേരിടുന്ന പ്രശ്നങ്ങൾ, ലുദ്ദിസം ആൻഡ് പീച്ചറിലും മസാക്കർ, ലുദ്ദിസവും പീച്ചറിലും കൂട്ടക്കൊലയും, അന്നത്തെ കാലത്തെ നിയമങ്ങളെ കുറിച്ചിട്ടും എക്സാമിന് എന്ത് ചെയ്തേക്കാം എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൻസറിലാണ്. ലുദ്ദിസം പീച്ചറിലും മസാക്കർ ഒക്കെ ചോദിക്കാറുണ്ട്, പഠിച്ചു വെച്ചോ. പിന്നെ ഡിസ്പ്ലേസിംഗ് ഇൻഡിജിനസ് പീപ്പിൾ, ഗോൾഡ് റഷ് എന്തായാലും പഠിച്ചോട്ടെ, ഗോൾഡ് റഷ് എക്സാമിന് ചോദിക്കും. പിന്നെ ഓസ്ട്രേലിയ, USA ഇത്തവണ മോഡൽ എക്സാം ചോദിച്ചു, USA വാങ്ങിയ സ്ഥലങ്ങളുടെ പേര്, അതേപോലെ അന്നത്തെ കാലത്ത് സ്ലേവറി അടിമത്തം എക്സാമിന് ചോദിച്ചേക്കാം. പിന്നെ ഇതിൽ ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട്, അതിന്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്യൂട്ടോ. ക്രോണോളജിക്കൽ ഓർഡർ നിർബന്ധമായിട്ടും കാണണം, അത് കാണാതെ പോകരുത്. ഇതിന് പറഞ്ഞ മാപ്പും ഉണ്ട്, മാപ്പും ക്രോണോളജിക്കൽ ഓർഡറും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കാണണം. പിന്നെ മെയ്ജി റിസ്റ്റോറേഷൻ ചോദിച്ചേക്കാം. അതേപോലെ ഡെവലപ്മെന്റ് ഓഫ് ജപ്പാൻ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാന്റെ വികസനം ചോദിക്കാം. സന്യാസന്റെ ഐഡിയോളജി, മാവോസ് ഏതെങ്കിലും ലോങ് മാർച്ച്, കൾച്ചർ റെവല്യൂഷൻ, സാംസ്കാരിക വിപ്ലവം, ഈ കാര്യങ്ങളൊക്കെ ഇതൊന്നും എക്സാം ചോദിച്ചേക്കാം. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് +1 ഇതൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് +2 അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എജ്യൂപോയിന്റ് സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യണം. ഞാൻ തുടക്കം മുതലേ പഠിച്ചാലേ +2 സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണ്ട റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, ഡൗട്ട് ക്ലിയർ സെഷന്, അതേപോലെ നോട്ടുകൾ, ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക നമ്മുടെ എജ്യൂപോയിന്റ് സൂപ്പർ ബാച്ചിലാണ്. ഒരിക്കലും എക്സാമിന്റെ തലേന്നൊന്നും പഠിച്ചാലൊന്നും ഫുൾ മാർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള റിയാലിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അടുത്തുള്ള നിങ്ങൾ +2 ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം മുതലേ എജ്യൂപോയിന്റ് കൂടി പഠിച്ചു സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്തോ. നമ്മൾ കമന്റ് ബോക്സിൽ എന്തുണ്ട് ഒരു ഫോം നമ്മൾ പിൻ ചെയ്യുന്നുണ്ട്, ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.edu ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.